ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നവംബർ 21 ഇന്നത്തെ ധ്യാനത്തിൽ നമ്മെ മനസ്സിലാക്കുന്നത് മരിച്ചവരെ എങ്ങനെയാണ് നമ്മൾ സഹായിക്കേണ്ടത് എന്നാണ്. ഒരു ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മൃതശരീരത്തിന് യോഗ്യമായ സംസ്കാരവും ആത്മാവിന് നിത്യസമാധാനവും, ഇങ്ങനെ രണ്ട് സംഗതികൾക്കായിട്ടാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഈ ശരീരം ഭൂമിയിൽ വിശുദ്ധ കുർബാനയാൽ പോഷിതവും റുഹാദുദാശിയുടെ മുദ്രയാൽ അങ്കിതവും അതുപോലെ തന്നെ ആത്മാവോടൊന്ന് ചെന്നേക്കും മോക്ഷത്തിൽ വാഴുവാൻ നിയുക്തവുമായിരിക്കുന്ന ശരീരമായതുകൊണ്ട് ഏറ്റവും ബഹുമാനത്തോടെ അത് സംസ്കരിക്കണം. എന്നാൽ സംസ്കാരത്തിന് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത അതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് എന്നത് എടുത്ത് പറയുന്നുണ്ട്. മൃതദേഹം വലിയ ആർഭാടത്തോടു കൂടി സംസ്കരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല പ്രധാനം കൊടുക്കേണ്ടത്, ആത്മാവിൻ്റെ രക്ഷയ്ക്കാണ്. മരിച്ച ആളിൻ്റെ ആത്മാവിന് വേണ്ടി സൽകൃത്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, ദിവ്യപൂജ, തപക്രിയകൾ എന്നിവ ഇടതടവില്ലാതെ അർപ്പിക്കണം. ചിലർ ഒരാഴ്ച പോലും മരിച്ചവരെ ഓർത്തിരിക്കില്ല. അത് വലിയ തെറ്റാണ് എന്നാണ് നമുക്ക് ബോധ്യം തരുന്നത്. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ പ്രാർത്ഥനകളും ദാനധർമ്മവും തപക്രിയകളൊക്കെ പരിശുദ്ധ കുർബാനയൊക്കെ കാഴ്ചവെക്കുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് ഇത് ശുദ്ധീകരാത്മാവിൻ്റെ രക്ഷയ്ക്കുള്ള നിയോഗത്തിന് വേണ്ടി എന്ന് നമ്മൾ പറഞ്ഞ് കാഴ്ചവെക്കണം. ഇനി നമ്മൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ദൈവേഷ്ട പ്രസാദത്തിലല്ലെങ്കിൽ ഒന്നും ഫലം ചെയ്യില്ല നമ്മുടെ പ്രാർത്ഥനകൾ. എന്നാൽ പരിശുദ്ധ കുർബാന അങ്ങനെയല്ല. നമുക്ക് യോഗ്യതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുർബാനയിൽ നിന്നുള്ള യോഗ്യത മിശിഹായിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് അർപ്പിക്കുന്ന പുരോഹിതന് അയോഗ്യത ഉണ്ടെങ്കിലും അതൊന്നും അവിടെ പ്രശ്നമല്ല. കർത്താവിൻ്റെ കൃപ കുർബാനയിലൂടെ ഒഴുകി വരും. പക്ഷേ നമ്മൾ ദൈവേഷ്ട പ്രസാദം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ, അതായത് നമ്മൾ പാപം ചെയ്ത് ദൈവത്തെ ദ്രോഹിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചാൽ എങ്ങനെയാണ് അത് ഫലം കിട്ടുക എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയൂ. ശരീരത്തിൽ ജീവൻ ആത്മാവായിരിക്കുന്നത് പോലെ ആത്മാവിന് ജീവൻ ദൈവേഷ്ട പ്രസാദമായിരിക്കുന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ശുദ്ധീകരാത്മാക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒക്കെ വേണ്ടി കാഴ്ചവെക്കുമ്പോൾ നമ്മൾ ഈ കാഴ്ചവെക്കുന്ന കാര്യങ്ങൾ ദൈവേഷ്ട പ്രസാദത്തോടു കൂടിയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കണം. അങ്ങനെ നമുക്ക് ഇന്ന് ചിന്തിക്കാം, ഞാൻ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ യോഗ്യതയുള്ളതാണോ? കാരണം ഞാൻ എങ്ങനെയാണത് സമർപ്പിച്ചിട്ടുള്ളത്? ഞാൻ ദൈവേഷ്ട പ്രസാദത്തിലല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ച കാര്യങ്ങൾ നടക്കുമോ എന്ന് തമ്പുരാൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. എന്നാൽ നമ്മൾ ദൈവേഷ്ട പ്രസാദത്തിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ ജപം, കൃപാസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര, ഈ ദേശത്തുള്ള സിമിത്തേരിയിൽ അടക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരായ സകല ക്രിസ്ത്യാനികളുടെയും ആത്മാക്കളെ കൃപയോടെ തൃക്കൺ പാർത്ത് അവരുടെ പാപങ്ങൾ പുറത്ത് ശുദ്ധീകരിക്കുന്ന വിലങ്ങിടത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമേ. ആമേൻ. മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥനയും സ്വർഗസ്ഥനായ പിതാവും സുഹൃജപം. ഈശോ മിശിഹായുടെ ദിവ്യഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ. ഇന്നത്തെ സൽക്രിയ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് പള്ളിയിൽ ഒരു മെഴുകുതിരി വാങ്ങിച്ച് കൊടുക്കണം. നമ്മുടെ ഈ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾ നമുക്ക് ഭൂമിയിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടാകാൻ പോകുമ്പോൾ നമ്മെ പലതരത്തിൽ അടയാളങ്ങൾ തന്ന് നമ്മെ രക്ഷിക്കും. മരിയസിമ്മയുടെ ജീവിതത്തിലെ 1-2 അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം.
ശുദ്ധീകരാത്മാക്കൾ ആരെങ്കിലും രക്ഷിക്കാറുണ്ടോ എന്നതിൻ്റെ ഒരു മറുപടിയാണിത്. ഒരു യുവാവ് ഒരു നല്ല ഭാര്യയെ തിരയുകയായിരുന്നു. ഒരു യുവതി അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇടയ്ക്കിടെ അവളെ കാണാൻ അവൻ പോകുമായിരുന്നു. ഓരോ പ്രാവശ്യവും അവളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ കുറച്ചകലെ ഒരിടത്ത് നിന്ന് ഒരാൾ അയാളെ വിളിച്ചു പറയുന്നു, വേണ്ട, അങ്ങോട്ട് പോകണ്ട, നീ അവളുമായി സന്തോഷത്തോടെ ജീവിക്കില്ല. ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ഒരാൾ. ആദ്യമൊക്കെ അയാൾ ഇത് അവഗണിച്ച് അവളെ സന്ദർശിച്ചു. നാലാമത്തെ തവണ അയാൾ ഈ പറയുന്ന മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അയാളുടെ മരണമടഞ്ഞ സ്വന്തം അപ്പനായിരുന്നു അത്. അത് തിരിച്ചറിഞ്ഞ നിമിഷം അയാൾ പിന്നെ അവിടേക്ക് പോയിട്ടില്ല. അങ്ങനെ അയാൾക്ക് ഭാവിയിലുണ്ടാകാമായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അയാളെ അപ്പൻ സംരക്ഷിച്ചു. അതുപോലെ വേറൊരു സംഭവമുണ്ടത്രേ. പലവട്ടം മഠത്തിൽ ചേരാൻ ശ്രമിച്ച ഒരു പെൺകുട്ടി. ഓരോ കാരണങ്ങളാൽ അവൾ നിരാകരിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം തേടി അവൾ തടാകക്കരയിലെ സുന്ദരമായൊരു സ്ഥലത്ത് പതിവായിട്ടിരിക്കാറുണ്ട്. ഒരു ദിവസം അവൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കെ നിൽക്കൂ, മടങ്ങി വരൂ എന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ ആദ്യമൊന്നും ആർക്കും ഒന്നും തിരിച്ചറിവ് കിട്ടില്ലല്ലോ. പിന്നെ അവൾ വീണ്ടും വീണ്ടും തിരികെ വരൂ എന്ന ശബ്ദം പറഞ്ഞപ്പോൾ അവൾ എന്നിട്ടും പോകാൻ തുടങ്ങിയപ്പോൾ 2 കരങ്ങൾ അവളെ തടയുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അവൾ യാത്ര നിർത്തിവെച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ പ്രിയപ്പെട്ട ശുദ്ധീകരാത്മാക്കൾ നമ്മെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കും. അതുപോലെ വസ്തുവകകളൊക്കെ സംരക്ഷിക്കും. ഒരു തമാശ കഥയുണ്ടത്രേ. മരിയാസിമ്മയുടെ അടുത്ത് ഹാൻസ് എന്നു പേരായ ഒരുവൻ ഒരു രാത്രി ആരോ കളപ്പുരയിൽ പോയി നോക്കാൻ പറയുന്നത് കേട്ടിട്ട് ഉറക്കമുണർന്നു. ഇവനോട് പറയുകയാണ്, കളപ്പുരയിൽ ചെന്ന് നോക്ക് എന്ന്. അത് അവൻ കാര്യമാക്കാതെ വീണ്ടും കിടക്കാൻ തുടങ്ങി. 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി. ചുറ്റും നോക്കി. ഒരു കുഴപ്പമില്ല, എല്ലാം നന്നായിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് ഈ സ്വരം പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ അവൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കാം. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വരുന്നതും ഈ വാതിൽ തുറന്നകത്ത് കടക്കുന്നതും കണ്ടു. ഇവൻ ഒളിച്ചു നിന്നു. ഹാൻസ്. അങ്ങനെ ഈ കടന്ന ആൾ ഹാൻസിൻ്റെ പന്നിക്കൂടിനെ സമീപിച്ച് 2 പന്നിക്കുട്ടികളെടുത്തു. അങ്ങനെ അതിനെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് ഈ കേട്ട സ്വരം സ്വന്തം അപ്പൻ്റെയാണ്. അങ്ങനെ ഹാൻസ് ചാടി ആ അപരിചിതനെ പിന്തുടർന്ന് അയാൾ ഈ പന്നിക്കുഞ്ഞുങ്ങളൊക്കെ താഴെയിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ശുദ്ധീകരാത്മാക്കൾ അവരുടെ ബന്ധുക്കൾ, അവരുടെ മക്കളൊക്കെ അപകടത്തിൽ പെടുമ്പോൾ ഒരു പക്ഷേ രക്ഷിക്കാനായി അടയാളങ്ങൾ കാണിക്കും. ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അതൊക്കെ ദൈവം ആർക്ക് ഈ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു, അവരെ സഹനത്തിലൂടെ ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവർക്ക് തന്നെ കാണാം. പിന്നെ അപൂർവമായിട്ട് പല മക്കൾക്കും ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കും ഈ ശുദ്ധീകരാത്മാക്കളോട് പ്രാർത്ഥന ചോദിക്കാം കേട്ടോ. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 47-48 വചനങ്ങൾ പറയുന്നു, യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ അങ്ങനെ തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടും. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. ശുദ്ധീകരണത്തിലെ ആത്മാക്കളെല്ലാം ഒരേപോലെയുള്ള പ്രഹരങ്ങളല്ല ഏറ്റെടുക്കുന്നത്. ഈ ഭൂമിയിൽ ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ലഭിച്ചെങ്കിൽ പോലും പരിഹാരം ചെയ്യാത്തവർക്കും ജീവിതകാലം മുഴുവൻ മാരകമായ പാപാവസ്ഥയിൽ ജീവിച്ചവർക്കും കൂടുതൽ പ്രഹരമേൽക്കേണ്ടി വന്നേക്കാം. വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെയാണ് പറയുന്നത്, താൽക്കാലിക ശിക്ഷ ചിലർ ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിക്കും, മറ്റു ചിലർ മരണശേഷവും. വേറെ ചിലരാകട്ടെ
ഈ ഭൂമിയിൽ വെച്ചും അതിന് ശേഷവും അനുഭവിക്കുന്നു. എന്തായിരുന്നാലും ശരി, അവസാനത്തേതും വളരെ കർശനവുമായ വിധിക്ക് മുമ്പായി താൽക്കാലിക ശിക്ഷ അനുഭവിച്ച് തീർക്കണം. അതിനാൽ കാലത്തിൻ്റെ അവസാനം യജമാനൻ വരുമ്പോൾ ചിലർ ലഘുവായോ കഠിനമായോ പ്രഹരിക്കപ്പെട്ടേക്കാം. ഈ അവസ്ഥ സ്വർഗമോ നരകമോ അല്ല. കാരണം സ്വർഗത്തിൽ പ്രഹരമില്ല, നരകത്തിൽ നമ്മൾ യജമാനനോടൊപ്പം ഒരിക്കലും വസിക്കുന്നുമില്ല. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ചിന്തിക്കാം. ചെറിയ പാപം ചെയ്തവൻ ചെറുതായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ സഹായവും ചോദിക്കാം. അതിനുള്ള അവസ്ഥയിൽ അവർ എത്തിയെങ്കിൽ അവർ നമ്മളെ സഹായിക്കും. നേര് വന്നിട്ടൊന്നുമല്ല, പല വഴിക്ക് അവർ സഹായിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.